നൌഫൽ ട്രെയിനിടിച്ചു മരിച്ചതല്ല കൊലപ്പെടുത്തിയതെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1-നാണ് ഉപ്പള റെയിൽവേ ട്രാക്കിന് സമീപം നൌഫലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നു മുതൽ തന്നെ കൊലപാതകമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ട്രെയിനിലേക്ക് ഒരു കാല് പൊളിക്കണമെങ്കിൽ ട്രെയിനിൻ്റെ അടിക്ക് ഇത് കാല് വെക്കണം. ട്രെയിനിൻ്റെ പട്ടയിലേക്ക് വെച്ചെങ്കിൽ മാത്രം കാല് പീസാവും. അപ്പോൾ പട്ടയിൽ കാല് വെച്ചെങ്കിൽ പീസാവും. രണ്ടാമത് പാൻറ്റിൻ്റെ മേലെ അതിൻ്റെ കല വേണമല്ലേ, ആ ട്രെയിനിൻ്റെ പട്ട പോയത് അത് ഇവരിലില്ല, കാല് കട്ടായിട്ടുണ്ട്. മൂന്നാമത്തത് അവൻ ഇട്ടിനെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അവൻ ഉറങ്ങുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്, അവൻ കാറിൽ ഇങ്ങനെ കിടന്നാണ് ഉറങ്ങൽ. അപ്പോൾ ആ ഇടിട്ടുന്നത് അപ്പോൾ ട്രെയിൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിൻ കാട്ടാൻ പറ്റുമോ? ഇങ്ങനെ കാട്ടിയെങ്കിൽ ഇടുക്കടി വീഴും, ഇടുക്കടി വീഴും. ട്രെയിനിലേക്ക് എങ്ങനെ കാട്ടിയെങ്കിൽ ട്രെയിൻ സ്പീഡായിട്ട് വരുന്നതാണ്, ട്രെയിൻ സ്ലോ വരുന്ന സ്ഥലമല്ല അത്. ഏതൊരു ട്രെയിനും ലോക്കൽ ട്രെയിൻ ആ സമയത്ത് ഇല്ല അവിടെ. അപ്പോൾ സ്പീഡായിട്ട് വരുന്ന ട്രെയിനിലേക്ക് വീണെങ്കിൽ അവിടെ ചോര വേണമല്ലേ. അവിടെ എവിടെ നോക്കിയെങ്കിലും ചോര എന്ന് പറയുന്ന സംഭവം കാണുന്നില്ല, ചോര ഫുള്ള് ഡ്രൈ ആണ്. അപ്പോൾ അവൻ്റെ തടിയിൽ ചോരയില്ലായിരുന്നാ? ചോര അവൻ്റെത് ലേശോടെ ചോര ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവനവിടെ കൊണത്തി എറിഞ്ഞ സമയത്ത് ഇവിടെ ഒരു അടി പറ്റിയിട്ടുണ്ട് തലയിൽ, അത് കല്ലിൻ്റെ അടിയായിരിക്കും. ആ ചോര മാത്രം അവൾ കാണുന്ന വിട്ടെങ്കിൽ എന്ത് വേണം. ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ ഒരു കോയിനർത്താലാണ്, ഒരു ആടിനർത്തെങ്കിൽ ആ സ്ഥലത്ത് എത്ര ചോര ഉണ്ടാവും? ഇത് ഒരേ തുറ്റി ചോരം പോലും ഇല്ലാത്ത സ്ഥലം, ഇത് ജാഗയാണിത് ട്രെയിന്. അപ്പോൾ ഇത് സംഭവം എന്ത് നെറ്റി ആർക്കും മനസ്സിലായിക്കൊണ്ടില്ല. പിന്നെ CC ക്യാമറയിൽ നോക്കും. CC ക്യാമറ എല്ലാം CC ക്യാമറ ഫുട്ടേജ് ഇവരുണ്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. ചില CC ക്യാമറ ഇവൻ സിംഗിൾ പോയിട്ട് നടന്നുകൊണ്ട് പോകുന്ന സ്ഥലത്ത് മാത്രമേ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എണ്ടായിന് ഒരു കാറിലേക്ക് എത്തുമ്പോൾ എണ്ടായിന് ഒരു കാർ രണ്ട് കാർ അപ്പുറത്ത് ഇപ്പുറത്ത് വന്നുള്ള CC ക്യാമറ കാണിക്കുന്നുണ്ട്. അത് 2 പ്രാവശ്യം പോയിന് അതേ സ്ഥലത്ത്. ആ കാറ് ഒരു സെക്കൻഡ് അവിടെ നിർത്തിയതിന്. അപ്പോൾ ആ കാറിന് ഇവർ ഇൻക്വയറി ആക്കിന് പറയുന്നത്. അപ്പോൾ ഇൻക്വയറി ആക്കിന് വിട്ടാലും മതി ആര്. പിന്നെ ഇവൻ്റെ ഫ്രണ്ട്സ്മാർ എത്ര ആളെ പേര് കൊടുത്തിട്ടുണ്ട്, അവരാരും ഇൻക്വയറി ചെയ്തിട്ടില്ല. അവർ ഒരേ ശബ്ദത്തിൽ ഇവിടുത്തെ ഞങ്ങളെ കേരള പോലീസുകാർ ഒരേ ശബ്ദത്തിൽ അതിന് തീർത്തലക്കി ട്രെയിൻ അടിച്ചിട്ട് അവന് മരണപ്പെട്ടെന്ന്. പിന്നെ കല്യാണത്തിൻ്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ ഇവർ പോലീസുകാർ കല്യാണത്തിൻ്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്വന്തം സംബന്ധമാണ്. അവിടെ ആ കല്യാണിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ അളിയൻ്റെ ദൂരത്തൊരു സംബന്ധമാണ്. അപ്പോൾ അവരോട് ഞങ്ങൾ പോയിട്ട് അന്വേഷിക്കുമ്പോൾ കല്യാണത്തിന് ഇവൻ വന്നിട്ടില്ല, നൗഫാലിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നൗഫാൽ വന്നിട്ട് എന്താ പറയുക, നൗഫാൽ വിളിക്കാതെ കല്യാണത്തിന് എപ്പം പോവില്ല. നാട്ടിൽ ഒരു കല്യാണം ചെയ്യുന്നുണ്ടെങ്കിൽ നൗഫാലിൻ്റെ അടുത്ത് വരും, ആര് പാവത്തിൻ്റെ വരും, വന്നിട്ട് ചോദിക്കും ഞങ്ങൾ കല്യാണം മോളേന്ന്. അപ്പോൾ അവർ ചോദിക്കും നിനക്ക് എന്ത് വേണമെന്നാണ് നൗഫ ചോദിക്കൽ, നിനക്ക് എന്ത് വേണം? അപ്പോൾ ഞങ്ങൾക്ക് പൊന്നായിട്ടില്ല, ഞങ്ങൾക്ക് ഫുഡിൻ്റെ വ്യവസ്ഥ ആയിട്ടില്ല, ഞങ്ങൾക്ക് ഡ്രസ്സിൻ്റെ വ്യവസ്ഥ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇടീ നാട്ടിലേക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ നൗഫാൽ. വീടാവട്ടെ ഹോസ്പിറ്റലാവട്ടെ കല്യാണം, ഈ മൂന്നിനും ഹെൽപ്പ് ചെയ്യും. അവൻ റോഡിസം കൊണ്ട് അവൻ തെറ്റ് ചെയ്ത ആളാണ്. അന്നെങ്കിലും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര തന്നെ ഹെൽപ്പും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് കല്യാണത്തിന് പോയില്ലെങ്കിൽ കല്യാണം എൻ്റെ റിലേഷൻതാണ്. അപ്പോൾ കല്യാണത്തിൻ്റെത് അതിൻ്റെ ഡീറ്റെയിൽസ് ആ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സ്മാർ ആരെല്ലാം പോയിന്നിട്ട് അതും പറയുന്നില്ല, അതും പോലീസുകാർ പറയാൻ റെഡിയില്ല. അപ്പോൾ അവരും അന്വേഷിച്ചിട്ടില്ല. പിന്നൊന്ന്, അവന് ഒറ്റയ്ക്ക് സിംഗിൾ പോകുന്ന ഡ്രഗ്സ് വലിക്കാൻ മാത്രമാണ്, വേറെ എന്തിനും അവൻ സിംഗിൾ പോവില്ല. അവന് ഡ്രഗ്സ് അടിമയാണ്, ഡ്രഗ്സ് വ്യാപാരമല്ല, ഡ്രഗ്സ് അടിമയാണ്. അത് ഞങ്ങൾ ഒപ്പുന്നുണ്ട്. അപ്പോൾ ഡ്രഗ്സ് വലിക്കാൻ അവൻ സിംഗിൾ പോകുന്നുണ്ടെങ്കിലും ആ ഡ്രഗ്സിനെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവനുണ്ട്, ഡ്രഗ്സ് വലിക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് അവനുണ്ട്. അവരും ഇവനും വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ റെഡിയുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അവരെ കൂടെ പോയിട്ട് ഡ്രഗ്സ് ഒരു കച്ചവടം എന്നല്ല എനിക്കറിയും. ഡ്രഗ്സ് കച്ചവടം എന്നില്ലെങ്കിൽ ഇടീ നാട്ടിനെ വെടക്കാക്കാൻ, ഇടീ ബാലക്കാരെല്ലാം വെടക്കാക്കാൻ, അതിന് വേണ്ടി പൈസ കിട്ടുന്ന പറഞ്ഞിട്ട് എന്നും ചെയ്യും അവർ. നാളെ ഇവന് വേണ്ടിയിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പൈസ എടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ഡ്രഗ്സ് കച്ചവടം ചെയ്യുന്നവന് എന്നും ചെയ്യും, സ്വന്തം ഭാര്യനും വിൽക്കും. എന്നല്ലെങ്കിൽ ഡ്രസ്സ് എന്നല്ലെങ്കിൽ അങ്ങനത്തെ സാധനമാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഡ്രഗ്സ്. അപ്പോൾ ഇവന് അപ്പോൾ ആ ഡ്രഗ്സ് വലിക്കുമ്പോൾ ഒന്നിച്ചല്ലാതെ ഈ പോലീസുകാർ ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് അവരെ മേലെ ആക്ഷൻ എടുക്കണം, അവരെ അന്വേഷിക്കണം. പിന്നെ അവന് എത്രയോ ശത്രുക്കളുണ്ട്, അവനെ കൊല്ലാനായിട്ട് തേടുന്ന എത്രയോ ശത്രുക്കളുണ്ട്.
അവൻ ഇതേ ജാഗയിൽ സിംഗൽ പോയിട്ട് ഇത് സെമീർ എന്ന് ഉള്ളാളത്തെ സെമീർ എന്ന് പറഞ്ഞ ആളെ കൊല്ലുന്ന സമയത്ത് ഇവൻ സിംഗൽ പോയിട്ട് അതേ ഉള്ളാളത്തെ ഈ ടീമുണ്ടല്ലോ, ഇവൻ്റെ വിരോധി ടീമുണ്ട്, ആ ടീമിൻ്റെ വരെ അതേ ഏലത്തിൽ പോയിട്ട് ബീച്ചിൽ സിംഗൽ പോയിട്ട് ഇരുന്നൊരു വ്യക്തിയാണ്. അപ്പം എന്താ അവനെ കൊന്നിട്ടില്ലാരും പറഞ്ഞെങ്കിൽ നൗഫലിന് അത്ര പെട്ടെന്ന് ആർക്കും കൊല്ലാൻ പറ്റില്ല, എല്ലാവർക്കും അറിയും, ഇടീ നാട്ടിലേക്ക് അറിയും. അത് 12 വയസ്സിൻ്റെ പുള്ളറിന്ന് പിടിച്ചിട്ട് 80 വയസ്സിൻ്റെ വയസ്സന്മാരത്തോളം അറിയും നൗഫലിനെ സിംഗൽ ആർക്കും ആക്കാൻ പറ്റില്ല. സംഘപരിവാറിൻ്റെ പ്രോഗ്രാം വന്നെങ്കിലും അവർക്കും പറ്റിയിട്ടില്ല. 10-30 ആൾ വന്നിട്ട് അവൻ അടിക്കാൻ വന്ന് അവർക്കും പറ്റിയിട്ടില്ല. അവൻ ഓടുന്നൊരു ആളല്ല. എല്ലാവരും പറഞ്ഞു അവൻ ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടാവും, ഓടിയിട്ട് ട്രെയിൻ അടിക്കും. അവൻ്റെ ജീവൻ അവനെ തല അർത്താലും അവന് ഓടില്ല. ഇത് അവൻ്റെ സുഖമാണ്.